നല്ല പഴുത്ത വരിക്ക ചക്കപ്പഴം കിട്ടിയാൽ എങ്ങനെയാ ചക്കയപ്പം ഉണ്ടാക്കാതിരിക്കുക? ഈ പച്ചച്ചക്ക കറി വെച്ചത് എനിക്ക് ഇഷ്ടമാണെങ്കിലും പഴുത്തതിനോടാണ് കൂടുതൽ ഇഷ്ടം. അതാകുമ്പോൾ വല്ല ചക്ക വരട്ടിയതോ ചക്ക അടയോ ചക്ക ഹൽവയോ ഷേക്കോ ഏത് രൂപത്തിലോട്ട് വേണമെങ്കിലും മാറ്റാം. ഇന്ന് ചക്ക എപ്പത്തിലോട്ടാണ് മാറ്റുന്നത്. ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ സാധാരണ വട്ടയിലയിലാണല്ലോ ഇവിടെയൊക്കെ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ അതിൽ നിന്ന് മാറി നമ്മുടെ വയണയിലയിൽ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. വയണയില എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. നമ്മുടെ തെരളി ഉണ്ടാക്കുന്ന ആറ്റിയൽ പൊങ്കാലയ്ക്ക് നമ്മൾ തെരളി ഉണ്ടാക്കുന്ന അതേ സെയിം ഇല, അതിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ഞാൻ കുമ്പിൾ കുത്തി ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കി നോക്കിയത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിതൊരു വീഡിയോയിൽ കണ്ട് ഒരു തവണ ട്രൈ ചെയ്തു, അതെനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ആ ഒരു ഇലയ്ക്ക് പ്രത്യേകിച്ചൊരു നല്ല ഫ്ലേവറും മണമൊക്കെ ആണല്ലോ, അതെല്ലാം ഇതിലിറങ്ങി. നമ്മൾ തിരളി തിന്നുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ആണല്ലോ. ചക്ക എപ്പോൾ അതിലുണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഇലയുടെ ഫ്ലേവർ എല്ലാം അതിലിറങ്ങിയിട്ട് നല്ല മണവും നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.